സാലിസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചീരകൃഷിയെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ അടുക്കളത്തോട്ടത്തിൽ ചീര നട്ട് വളർത്താത്തവരായി ആരും തന്നെ ഉണ്ടാവില്ലായിരിക്കും. ഏറ്റവും ചുരുങ്ങിയ കാലയളവിൽ വിളവെടുക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു ഇലക്കറിയാണ് ചീര. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ചീര നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുവരെ ചീര നട്ട് നോക്കിയിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായും പ്രയോജനപ്പെടും. അതുപോലെ ഈ സമയം നമ്മുടെ ചീരകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. നമുക്ക് ചീര പറമ്പിലോ ഇതുപോലെ ഗ്രോ ബാഗിലോ ചെടിച്ചട്ടിയിലോ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലോ ഒക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലൊക്കെയാണ് ഈ ചീരത്തൈകളൊക്കെ നട്ടുകൊടുത്തത്. നല്ല രീതിയിൽ തന്നെ പോട്ടി മിക്സൊക്കെ ചേർത്ത് പാകിയ ചീര മുളച്ച് 20-25 ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുപ്പ് തുടങ്ങാം. ചീര തന്നെ പല വെറൈറ്റി ചീരകളുണ്ട്. പച്ചയും ചുവപ്പും മയിൽപ്പീലി സുന്ദരിച്ചീര അങ്ങനെ ഒരുപാട് വെറൈറ്റി ചീരകൾ തന്നെയുണ്ട്. കുറച്ചൊക്കെ ഞാനിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ചീരയുടെ വിത്ത് പാകുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ചീര എപ്പോഴും നമ്മൾ പാകി മുളപ്പിച്ച് പറിച്ചു നടുന്നതാണ് അതിൻ്റെ കരുത്തുറ്റ വളർച്ചയ്ക്ക് നല്ലത്. ചീര പാകുന്ന സമയത്ത് പോട്ടി മിക്സ് ആയിട്ട് ചകിരിച്ചോറ്, ചാണകപ്പൊടി, കുറച്ച് മണ്ണ് മാത്രമേ ചേർത്തിട്ടാണ് ഞാൻ ഈ ചീരയൊക്കെ പാകി മുളപ്പിച്ചെടുത്തത്. അങ്ങനെ പറിച്ച് നട്ട തൈകളാണ് ഇതെല്ലാം. നമ്മുടെ ചീര പെട്ടെന്ന് മുളച്ചു വരാനും നല്ല വളർച്ചയ്ക്കും ഈ പോട്ടി മിക്സ് വളരെ നല്ലതാണ്. ചാണകപ്പൊടിയും ചകിരിച്ചോറും തുല്യ അളവിലെടുത്ത് അതിലോട്ട് വേണം വിത്തുകൾ പാകി മുളപ്പിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ സുന്ദരിച്ചീരയുടെ വിത്തുകൾ പാകി മുളപ്പിച്ചത് ഞാൻ കാണിച്ചു തരാം. അപ്പം അത്യാവശ്യം നാലില പരുവമൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ പറിച്ച് നടേണ്ട ഒരു സമയം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് സുന്ദരി ചീര. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ആദ്യം കുറച്ച് വലിയ തൈകളൊക്കെ പറിച്ച് നട്ട് കൊടുത്തിരുന്നു. അപ്പോൾ പോട്ടി മിക്സ് ചകിരിച്ചോറും ചാണകപ്പൊടിയും മാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയി തന്നെ ഇത് പറിച്ചെടുക്കാം. വേരൊന്നും പൊട്ടിപ്പോവാതെ തന്നെ നമുക്കിത് എടുക്കാനായിട്ട് മണ്ണോട് കൂടി തന്നെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് തൈകൾ ഞാനിവിടെ പറിച്ച് ഗ്രോ ബാഗിലോട്ട് നട്ട് കൊടുക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, കുറച്ച് ഞാൻ ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വലിയത് ഇങ്ങനെ പറിച്ചെടുത്താലേ ചെറുത് അവിടെ നിന്ന് പൊങ്ങി വരികയുള്ളൂ. അപ്പോൾ അതാ പോട്ടി മിക്സൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത പോട്ടി മിക്സ് ആണ് കേട്ടത്. ഇതിലോട്ട് വളമായിട്ട് ഞാൻ ചാണകപ്പൊടിയും ചകിരിച്ചോറും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ കോഴിക്കാഷ്ടമോ കമ്പോസ്റ്റോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അത് എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണങ്ങിയ ചാണകപ്പൊടിയുണ്ട്, അതാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴും വെള്ളം വാർന്ന് പോവണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ചെടി അതിൽ നിന്ന് ചീഞ്ഞ് പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ചെറിയ ചെറിയ ചട്ടികളിലൊക്കെ ഞാൻ ഓരോ തൈ വെച്ചാണ് നട്ട് കൊടുക്കുന്നത്. വലിയ ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ 3-4 തൈകൾ വെച്ച് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട തൈ നട്ട് കൊടുക്കുമ്പോൾ വൈകുന്നേര സമയങ്ങളിൽ വേണം നട്ട് കൊടുക്കാനായിട്ട്. എന്നാൽ രാത്രിക്കത്തെ തണുപ്പൊക്കെ കിട്ടുകയും ചെയ്യും. രാവിലെ നമ്മൾ പറിച്ച് നടുമ്പോൾ അന്ന് വൈകുന്നേരം വരെയുള്ള വെയിൽ തട്ടി ഇത് കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. തൈകൾ പറിച്ച് നട്ട് നമ്മൾ തണലുള്ളൊരു ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കണം. എന്നിട്ട് വേരൊക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തോട്ട് വെച്ച് കൊടുത്താൽ മതി. തൈകൾ ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം കലക്കി എല്ലാ തൈകളുടെ ചുവട്ടിലും ഒഴിച്ച് കൊടുക്കുക. നല്ല പ്രതിരോധശേഷി കിട്ടാനും വാട്ടരോഗത്തിൽ നിന്നൊക്കെ നമ്മുടെ ചെടിയെ രക്ഷിക്കാനും ഈ സ്യൂഡോമോണസ് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് മയിൽപ്പീലി ചീരയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ വിളവെടുക്കാൻ പാകമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചീരകൃഷി ചെയ്യുക. നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ
ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പലതരത്തിലുള്ളതായ ചീരകൾ നമുക്ക് നട്ടുപിടിപ്പിക്കാം. നമ്മുടെ ചീരച്ചെടിക്ക് ഒരുപാട് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ചെയ്തു കൊടുക്കുന്നത് എല്ലാ ആഴ്ചയിലും ജൈവ സ്ലറി 2 പ്രാവശ്യം ചീരച്ചെടികൾക്ക് കൊടുക്കാറുണ്ട്. അതായത് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറിയാണ് ഞാനിവിടെ കൊടുക്കാറ്. പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിന് ശേഷം അതും ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഇതുപോലെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല കരുത്തോടെ തന്നെ ചെടി വളർന്നു വരും. ഞാൻ ഇതിൽ നിന്നും ഒരു പിടിയോളം ചീര ഇപ്പോൾ വിളവെടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് അന്നാന്ന് ആവശ്യമുള്ള നമുക്ക് ഇതുപോലെ വിളവെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങളെൻ്റെ പേജ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.